ഹായ് ഫ്രണ്ട്സ്, നെല്ലിക്കച്ചാർ ഉണ്ടാക്കിയാലോ? കറുത്ത കളറാണ് കേട്ടോ നെല്ലിക്കച്ചാറിൻ്റെ കളറ്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നെല്ലിക്കകൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇത് നേരെ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതായത് ഇതിൻ്റെ കളറൊക്കെ നല്ല ബ്ലാക്ക് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കല്ലുപ്പ് പൊടിയുപ്പ് എന്ന് വേണം നമുക്കിടാം. ഞാൻ കല്ലുപ്പിട്ടാണ് കേട്ടോ നെല്ലിക്ക ഫ്രൈ ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണയിൽ നിന്ന് എല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഒരു വിധം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഒരു 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് മുരിച്ചെടുക്കുക. എന്നിട്ട് ഒരു 1/4 സ്പൂൺ കായപ്പൊടിയും 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കാം, പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഏതെങ്കിലും ഒരു ഭരണിയിലേക്ക് മാറ്റാം. 3 ആഴ്ച കഴിഞ്ഞ ശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം.